പ്രിയമുള്ളവർ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും യാതൊരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ ഞാൻ എന്താണ് ഈ പറയണമെന്ന്. ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ റെലവൻ്റ് ആണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത്. ഈ അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് UK നിന്ന് തന്നെ വിളിച്ചിരുന്നു. അപ്പം ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദമാണ്. പുള്ളിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ സംസാരത്തിനിടയിൽ ഒരു കാര്യം ഷെയർ ചെയ്തു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വിദേശത്ത് എവിടെയെങ്കിലും പോകണമെന്ന ആഗ്രഹത്തിൽ പുള്ളി IELTS പഠിക്കുന്നതിനെ പറ്റി ആലോചിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു യൂറോപ്പിൽ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം പുള്ളി IELTS പഠിക്കുന്ന കാര്യത്തെപ്പറ്റി പുള്ളിയുടെ ഒരു സുഹൃത്തുമായിട്ട് ഇതേപ്പറ്റി സംസാരിച്ചു. പക്ഷേ ആ സുഹൃത്തിൻ്റെ പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു IELTS എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ IELTS എന്നൊക്കെ പറഞ്ഞാൽ വലിയ കിറാമുട്ടിയാണ്. അപ്പം ഇതൊന്നും നമ്മളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലടേ. ഇതിപ്പം എസ്പെഷ്യലി നമ്മളൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണ്. ഈ പറഞ്ഞ IELTS ഒക്കെ നമ്മൾ പാസ്സാവുമെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പാടാണ്. നീ അത് വെറുതെ അതിനുവേണ്ടി സമയം കളയാതെ വേറെ വല്ലയിടത്തും ജോലിക്ക് കയറ്, ഇത് യൂറോപ്പിലൊക്കെ പോകാമെന്നൊക്കെ അതൊരു ഡ്രീം തന്നെയാണ്. അതൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ പുള്ളി വളരെയധികം നെഗറ്റീവായിട്ട് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു വലിയ പ്രതീക്ഷയ്ക്ക് അത് മങ്ങലേറ്റു. അപ്പോൾ ആ സമയത്താണ് ഞാനിവിടെ സംസാരിക്കാനിടയായി. അപ്പോൾ ആ സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചു, ഞാൻ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം ഞാൻ 1-2 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഇതൊന്നും നമ്മൾ അതിൻ്റെ പുറകെ പോയി വെറുതെ നമ്മുടെ സമയം പാഴാക്കാന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷനാണ്. ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറി തൽക്കാലം ആ ജോലിയിൽ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനന്ന് പുള്ളിയോട് പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണ് ആഗ്രഹമുള്ളത് ആ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്ക്. ഒന്നും നമ്മൾ പരിശ്രമിക്കാതെ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം മറ്റുള്ളവരുടെ ഒപ്പീനിയന് വില കൊടുത്തുകൊണ്ട് ജീവിക്കാനാണെങ്കിൽ നമുക്ക് ജീവിതത്തിലൊന്നും നേടാൻ പറ്റില്ല. എന്തായാലും പുള്ളി പിന്നെ അതിനുശേഷം പിന്നീട് ഞാൻ വിദേശത്തേക്ക് പോവുകയും പുള്ളിയുമായിട്ട് കോൺടാക്ട്സ് കുറച്ച് നാളുണ്ടായില്ല. അപ്പോൾ ആ സമയത്ത് പുള്ളി എന്തായാലും വേറെ എങ്ങും ജോലിക്ക് കയറാതെ പുള്ളി IELTS പഠനമായിട്ട് മുമ്പോട്ട് പോയി. പുള്ളി ഒരു 3-4 തവണ IELTS ട്രൈ ചെയ്തു. പുള്ളിക്ക് കിട്ടിയില്ല. പുള്ളിക്ക് അല്പം നിരാശ തോന്നി. എങ്കിലും പുള്ളിയുടെ ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിച്ചു. അവസാനം പുള്ളിയുടെ ലക്ഷ്യത്തിലെത്തി. പുള്ളി IELTS സ്കോർ നേടി. പുള്ളി പിന്നീട് UK എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് എൻ്റെ സ്വപ്നങ്ങളത് വേണ്ടെന്ന് വെച്ച് മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്നും നാട്ടിലെവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒതുങ്ങിക്കൊണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള പല അഭിപ്രായങ്ങൾക്ക് വില കൊടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പല ആഗ്രഹങ്ങളും വേണ്ടാന്ന് വയ്ക്കുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഞാനിപ്പം ഓസ്ട്രേലിയയിൽ വന്ന സമയത്ത് നേഴ്സിങ്ങിൻ്റെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുകയുണ്ടായി സിഡ്നിയിൽ. അപ്പം ആ സമയത്താണ് അന്ന് ഇവിടുത്തെ പ്രബലമായ ഒരു നഴ്സസ് അസോസിയേഷനാണ് NSWNMA, നേഴ്സ് ആൻഡ് മിഡ്വൈഫ് അസോസിയേഷൻ ഓഫ് സൗത്ത് വെയിൽസിലെ. ഞാൻ അതിലൊരു മെമ്പറായിരുന്നു. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്നതാണ് ഇങ്ങനെയൊരു NSWNMA, അതായത് അസോസിയേഷൻ്റെ ഒരു മാഗസിനായ ദ ലാമ്പ് എന്ന് പറയുന്ന മാഗസിനിലേക്ക് ഒരു മോഡൽസായിട്ട് കുറച്ച് ആളുകളെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ കലാപരമായ പല കാര്യങ്ങളോടും താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി എന്തുകൊണ്ടൊന്ന് ശ്രമിച്ചുകൂടെ. അപ്പോൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ അസോസിയേഷൻ്റെ മാഗസിനിലാണെങ്കിലും അവരുടെ വെബ്സൈറ്റിലാണെങ്കിലും നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി ഒരു റേസിസം പറയുകയല്ല, മിക്കപ്പോഴും ഒരു യൂറോപ്പ്, ഓസ്ട്രേലിയൻസ് അതുപോലെയുള്ള നഴ്സസിൻ്റെ പിക്ചേഴ്സും വീഡിയോസൊക്കെയാണ് കാണാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ആഗ്രഹം മനസ്സിലുണ്ടായപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എടാ ഞാനിങ്ങനെയൊരു സംഭവത്തിന് ഞാൻ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പോവാണ്, എനിക്കത് എന്തായാലും ഒരു ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇതുപോലെ തന്നെ സെയിം ഒരു സെൻറ്റൻസ് എൻ്റെ സുഹൃത്തിന് കിട്ടിയ അതേപോലെയുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ ഏഷ്യൻസിൻ്റെ ഒന്നും ഫോട്ടോസൊന്നും അവരെടുക്കും പോകില്ല, നീ വെറുതെ അപ്ലൈ ചെയ്ത് നോക്കിയോ, അവർ നിന്നെ വിളിക്കാനൊന്നും പോണില്ല. പിന്നെ എനിക്ക് അതിൻ്റെ പുള്ളിക്ക് യാതൊരു പ്രതീക്ഷയില്ല, വെറുതെ ചുമ്മാ അതിനെ ശ്രമിച്ച് സമയം കളഞ്ഞതിൽ കാര്യമില്ലെന്ന് പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, ഞാനൊന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. ഒരു 2-3 ആഴ്ചത്തേക്ക് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കും, ഇനിയിപ്പോൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു മെയിൽ വരികയാണ്.
താങ്കളുടെ ഫോട്ടോ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഫോട്ടോഷൂട്ടിനായിട്ട് ടൈപ്പ് ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വരണം. അപ്പോൾ ഒരു 3 മണിക്കൂർ ഫോട്ടോഷൂട്ടാണ്. അപ്പം അതിനെത്തിച്ചേരാൻ പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിശയിച്ചു. എന്തായാലും വേണ്ടില്ല, നമുക്ക് കിട്ടിയൊരു അവസരമല്ലേ, എന്താണെന്ന് സംഭവം എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഞാൻ പോയി. അവിടെ ഒരു 3 മണിക്കൂറോളം ഫോട്ടോഷൂട്ട്. അവൾ മെയിൽ ഒരു മോഡൽ എന്ന രീതിയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കത് ഇഷ്ടമായി. ഞാനത് ഫോട്ടോഷൂട്ട് അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ടുള്ള ഒരു ഫ്ലോറ് അവർ സെറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അവർ ശരിക്കും പറഞ്ഞാൽ അവർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ശരിക്കും ഞങ്ങളതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എൻകറേജ്മെൻറ്റ് എന്ന രീതിയിൽ ഒരു $100 ഒരു വൗച്ചർ കാർഡ് എനിക്ക് തന്നു. ഞാൻ തിരിച്ചു വന്നു. ഞാൻ എൻ്റെ വൈഫിനോട് ഈ കാര്യം പറഞ്ഞു. പുള്ളിക്കാരി എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി എൻകറേജ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം പിന്നീട് ഏതാണ്ട് ഒരു 3-4 ആഴ്ചകളോളം പ്രത്യേകിച്ച് ഒരു പ്രതികരണം ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫോട്ടോസൊക്കെ വരുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള പബ്ലിക്കേഷൻസിലൊക്കെ ഇവരുടെ മാഗസിൻസിലൊക്കെ വരുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ബട്ട് എനിവേ സംഭവം എല്ലാം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിൻ്റെ പോലെ ഒരു ഫേസുള്ള ഒരാളുടെ ഫോട്ടോ NSWNMയുടെ അവരുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്, നീ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അതെൻ്റെ ഫോട്ടോയാണ്. കാരണം ഞാനും കൂടെ അന്ന് ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്ത ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റുഡൻസാണ്, അവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ആ പഴയ സുഹൃത്തിനാണ് ഞാൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ എൻ്റെ ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളി എനിക്ക് തന്ന റിപ്ലൈ ആണ്, മോനെ കളിച്ച് ഇങ്ങനെ അസോസിയേഷൻ്റെയും മറ്റുള്ള ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റുകളിലൊക്കെ കയറി ഫോട്ടോ ചെയ്ത് കഴിഞ്ഞാൽ അവരത് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പണി കിട്ടും കേട്ടോ, നീ വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാൻ പോരെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഇത് ഒഫീഷ്യലി അവരുടെ വെബ്സൈറ്റിൽ അവർ ചെയ്ത പിക്ചറാണിത്, ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്താലെന്ന് പറഞ്ഞ് പുള്ളി വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവസാനം പുള്ളി വെബ്സൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ്, ആ ഫോട്ടോ അതിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നീട് തുടർച്ചയായിട്ട് അവരുടെ മാഗസിൻസിലും പോസ്റ്ററിലും ഒക്കെ ഞാൻ ഉൾപ്പെടുന്ന ആളുകളുടെ എല്ലാം ഫോട്ടോസ് വന്നു, വീഡിയോസ് വന്നു. പിന്നീട് ആ ഫ്രണ്ടിന് അത് അക്സെപ്റ്റ് ചെയ്യേണ്ട വന്നു. അപ്പം എനിവേ അവിടെ എൻ്റെ ഒരു ഡ്രീമാണ് ഞാൻ അവിടെ അച്ചീവ് ചെയ്തു. വലിയൊരു നേട്ടമായിട്ട് കരുതുന്നില്ല എങ്കിൽ പോലും നമ്മളുടെ ഒരു മനസ്സിൽ തോന്നിയ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ അതൊരു വലിയ ബേർഡനാണ്, നമുക്കൊന്നും അത് എത്തിച്ചിടാൻ പറ്റാത്തൊരു ഹൈറ്റിലാണ് ആ സംഭവം എന്ന് വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കും നമ്മൾ വിചാരിക്കുകയാണോ ഇതൊന്നും എന്നെക്കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല, വെറുതെ സമയം കളയേണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതൊരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ പരിശ്രമിച്ച് നോക്കുക. ചിലപ്പോൾ ചുറ്റുപാടിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും വലിയ ഹൈറ്റിലുള്ള കാര്യമാണെന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ തോന്നും. പക്ഷേ ഒന്ന് ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കാനില്ല. ഒന്നില്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ അച്ചീവ് ചെയ്യത്തില്ല. എന്തായാലും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ആയിക്കോട്ടെ, ഒരു ഹയർ സ്റ്റഡീസിന് പോകുന്നതിനെ പറ്റി ആയിക്കോട്ടെ, ഒരു വീട് വാങ്ങിക്കുന്നതിനെ പറ്റി ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് വരുവാണ്, നമുക്കൊരു ആഗ്രഹം തോന്നുവാണ്, എനിക്കത് ചെയ്യണം. മറ്റുള്ളവരോട് കൺസൾട്ട് ചെയ്ത് വെറുതെ നമ്മുടെ മനസ്സിൻ്റെ എന്താ പറയണേ ഒരു നിരാശയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാതെ നമ്മൾ ഒന്ന് പരിശ്രമിച്ച് നോക്കി വിജയം എത്തിക്കഴിഞ്ഞാൽ നമ്മളതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അല്ലാതെ നമ്മളൊരാഗ്രഹം തോന്നുമ്പോൾ തന്നെ 100 ആളുകളോട് ഇതിനെപ്പറ്റി ഒരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ 100 പേര് 100 ഒപ്പീനിയൻ പറയും. പിന്നെ നമ്മൾ അവസാനം ഇതൊരു കൺഫ്യൂസ് സ്റ്റേജിലായിട്ട് എന്തായാലും വേണ്ടില്ല വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ചെറിയ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ നിങ്ങൾ നോക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.